ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മളിപ്പോൾ ഒരു കുറ്റം ചെയ്തു. ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ചേട്ടൻ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ചേച്ചി ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു അനിയൻ ഉണ്ടെന്നിരിക്കട്ടെ, അനിയത്തി ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങളൊരു കുറ്റം ചെയ്തു, ഓടി വന്നിട്ട് നിങ്ങളുടെ അനിയത്തിയെ അടിക്കുമോ? ഓടി വന്ന് നിങ്ങളുടെ ചേട്ടനെ അടിക്കുമോ? ഇല്ല. ആദ്യം തെറ്റ് ചെയ്ത ആരാണോ അവരെ അടിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ഒന്ന് ഓർത്ത്, അപ്പോൾ ചേട്ടൻ പറയുകയാണ് അവനെ അടിക്കണ്ട, എന്നെ അടിച്ചോ എന്ന് പറയാറുണ്ടോ? കൊള്ളാം. നമ്മുടെ ചേട്ടന്മാർ പറയോ? നമ്മുടെ ചേച്ചിമാർ അങ്ങനെ വല്ലതും പറയോ? ഇല്ല. ഇവിടെ നോക്കുക, യേശുപ്പച്ചന് വേണമെങ്കിൽ അവൻ ചെയ്ത കുറ്റമല്ലേ, അവൾ ചെയ്ത കുറ്റമല്ലേ, ഞാനെന്തിനു കഷ്ടപ്പെടണം, ഞാനെന്തിനു വേദന സഹിക്കണം എന്ന് പറഞ്ഞു വേണമെങ്കിൽ മാറി നിൽക്കാം. പക്ഷേ യേശുപ്പച്ചൻ അവിടെ അതല്ല ചെയ്തതാ, നമുക്ക് വേണ്ടി. അവിടെ കാണുന്ന അവിടെയും ഒരു പിതാവിനെ കാണാൻ വരുന്നുണ്ട്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി യാഗമാക്കുവാനിടയായി തീർന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു വലിയ സ്നേഹം അല്ലേ, ഒരു വലിയ സ്നേഹം. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന, ഒരുപക്ഷെ നിങ്ങൾ സൺഡേ സ്കൂളിലൊക്കെ കാണാതെ പഠിച്ച ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വളരെ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്താണ് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം? അതിൻ്റെ അർത്ഥം പുത്രന് ഇഷ്ടമല്ലെന്നാണോ? പുത്രനോട് സ്നേഹമില്ലെന്നാണോ? അല്ല, പുത്രന് അതുപോലെ ഇഷ്ടമായിരുന്നു, അതുപോലെ സ്നേഹമായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നമ്മളെ, അല്ല അത്രയും നമ്മൾ പാപികളായി തീർന്നിട്ടും നമ്മളെ തേടി വന്നു. ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെയെങ്കിൽ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് മാത്രമാണോ വേദന ഉണ്ടാകുന്നത്? അല്ല, അത് യേശുപ്പച്ചനും വേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം എങ്ങനെയാണ് കർത്താവ് മരിച്ചതെന്നൊക്കെ നമുക്കറിയാമല്ലേ. ക്രൂശിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ആ കയ്യിൽ ആണിങ്ങനെ തറച്ച്, കാലിൽ ആണിങ്ങനെ തറച്ച്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണ്ടും അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ, വീണ്ടും അപ്പയമ്മയെ വേദനിപ്പിക്കുകയാണെങ്കിൽ, വീണ്ടും ചീത്ത കൂട്ടുകെട്ടിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ, കൂട്ടുകാരൊക്കെ പല ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നിരിക്കും, പക്ഷെ അതിൻ്റെ പുറകെ നമുക്ക് പോകാൻ പറ്റത്തില്ല. കൂട്ടുകാരൊക്കെ പല രീതിയിൽ പോയെന്നിരിക്കും, പക്ഷെ നമുക്കതുപോലെ പോകാൻ പറ്റുകയില്ല. അപ്പോഴൊക്കെ നിങ്ങൾ ഓർക്കണം, അയ്യോ എനിക്ക് വേണ്ടി ഒരു യേശുപ്പച്ചൻ മരിച്ചല്ലോ, എനിക്കിങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? ഒന്ന് ഓർത്തേക്കുക. നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ മുറിവിനെ വീണ്ടും നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക.